ഹലോ ബട്ടർഫ്ലൈസ്, കിഡ്സ് അങ്കിൾ പുതിയ ഒരു കഥയുമായിട്ട് എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു തരാൻ വന്നിരിക്കുന്നു. ഊ, ഊ, ഊ. കിഡ്സ് അങ്കിൾ ഇന്ന് പുതിയ കഥ വന്നിട്ടുണ്ട്. ഇന്ന് കിഡ്സ് അങ്കിൾ ഒരു അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കഥയാണ് പറഞ്ഞു തരുന്നത്. അതിനു മുമ്പ് കിഡ്സ് അങ്കിളിൻ്റെ കുട്ടികളോട് പറയുവാണ്, അങ്കിളിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിലിട്ടൊന്ന് ഞെക്കണം. എന്നാലേ ഇനി മുതൽ അങ്കിള് പറയുന്ന കഥകള് നിങ്ങളുടെ യൂട്യൂബിൽ വരുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ കഥയിലോട്ട് പോകാം. പണ്ട് ഒരു വീട്ടിൽ ഒരു അപ്പൂപ്പനും ഒരു അമ്മൂമ്മയും ജീവിച്ചിരുന്നു. അവരുടെ വീടിൻ്റെ പുറകിൽ ഒരു മരം ഉണ്ടായിരുന്നു. വലിയ മരമായിരുന്നു കേട്ടോ. ആ മരത്തില് എമ്പിടി കിളികളൊക്കെ കൂടുകൂട്ടുമായിരുന്നു. ആ മരത്തിനുണ്ടല്ലോ ഉണ്ണിക്കുട്ട, തൊമ്മിക്കുഞ്ഞ്, പാറുക്കുട്ടി. ആ മരത്തിനുണ്ടല്ലോ ഒരു പൊത്തുണ്ടായിരുന്നു, ചെറിയൊരു പൊത്ത്. അതിനകത്തുണ്ടല്ലോ ഒരു ദിവസം ഒരു തത്ത വന്ന് താമസിക്കാൻ തുടങ്ങി. നല്ല പച്ച കളറുള്ള ചുമന്ന സുണ്ടുള്ള തത്ത ഇങ്ങനെ വന്ന് താമസിക്കുക. ഇത് നമ്മുടെ അപ്പൂപ്പൻ കണ്ടുപിടിച്ചു. ആര് കണ്ടുപിടിച്ചു? അപ്പൂപ്പൻ. മക്കളൊന്ന് ഉറക്കെ പറഞ്ഞ അപ്പൂപ്പന്. പറടാ, പറ. അങ്ങനെ അപ്പൂപ്പൻ ഈ അമ്മൂമ്മയോട് പറഞ്ഞു, എടി അമ്മൂമ്മേ, നമ്മുടെ വീടിൻ്റെ പുറകിലുള്ള മരത്തേലെ ഒരു തത്ത വന്നിരിപ്പുണ്ട്. പാവം തത്തയ, കാണാൻ നല്ല രസം, പച്ച കളറ്, നല്ല സിറവല്, ചുമന്ന ചുണ്ട്. അപ്പൂപ്പൻ അമ്മൂമ്മയോട് പറഞ്ഞു, നമുക്ക് എന്നും ഒരു ഗ്ലാസ് പാല് ഈ തത്തയ്ക്ക് കൊടുക്കാം. അമ്മൂമ്മ പറഞ്ഞു, ശരി അപ്പൂപ്പ, ശരി അപ്പൂപ്പ. അമ്മൂമ്മ എന്നാ പറഞ്ഞ? ശരി അപ്പൂപ്പ, ശരി അപ്പൂപ്പ. അങ്ങനെ ഒരു ദിവസം കാലത്ത്, അതായത് പിറ്റേ ദിവസം കാലത്ത്, അപ്പൂപ്പനും അമ്മൂമ്മയും കൂടി ഒരു ഗ്ലാസ്സിനകത്ത് കുറച്ച് പാലും കൊണ്ട് ഈ തത്തയുടെ കൂടിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് ഈ അപ്പൂപ്പൻ അമ്മൂമ്മയോട് പറഞ്ഞേ, നമ്മൾ നോക്കി നിന്നാൽ ഈ തത്ത ഇത് കുടിക്കേല, അതുകൊണ്ട് നമുക്ക് മാറിപ്പോകാന്ന്. അങ്ങനെ
ഈ അപ്പൂപ്പനും അമ്മൂമ്മയും പാലവിടെ കൊണ്ടുപോയി വെച്ചിട്ട് മാറി. മക്കളെ, നിങ്ങൾക്കറിയണോ ഈ അപ്പൂപ്പൻ എന്നാ പണിയാ കാണിച്ചേന്ന്? അപ്പൂപ്പൻ അമ്മൂമ്മ അങ്ങ് പോയപ്പോ ഉണ്ടല്ലോ, ഈ പാലെടുത്തങ്ങ് കുടിച്ചു. അമ്മൂമ്മ അറിഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞ് അമ്മൂമ്മ വന്ന് നോക്കുമ്പോ പാല് മുഴുവൻ തത്ത കുടിച്ചു. അമ്മൂമ്മയ്ക്ക് ഭയങ്കര സന്തോഷായി. പിറ്റേ ദിവസം അമ്മൂമ്മ പാല് കൊണ്ടുപോയി തത്തയുടെ കൂടിന്റെ അടുത്ത് വെച്ചു. മക്കളെ, അമ്മൂമ്മ മാറിപ്പോയപ്പോ ഈ അപ്പൂപ്പനുണ്ടല്ലോ മക്കളെ, അത് വീണ്ടും എടുത്തു കുടിച്ചു. ഇങ്ങനെ കുറെ ദിവസം കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, ഉമ്മടെ തത്ത അങ്ങ് മെലിഞ്ഞ് ചെറുതായി, പഴംപൊരി പോലെ ചെറുതായി. അപ്പൂപ്പൻ നല്ല വണ്ണമെല്ലാം വെച്ച് ക്രിസ്മസ് പാപ്പായെ പോലെ വലിയതായി. അമ്മൂമ്മയ്ക്ക് സംശയം തോന്നി, ഇതെന്നാ ഇങ്ങനെ നടക്കും. ഒരു ദിവസം അമ്മൂമ്മ പാല് കൊണ്ടുപോയി തത്തയുടെ കൂടിന്റെ അടുത്ത് വെച്ചിട്ടിങ്ങ് മാറി വന്നിട്ട് നോക്കി. ആരും കാണാതെ നോക്കി ഈ പാല് തത്ത കുടിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ അപ്പൂപ്പൻ പതുക്കെ പതുക്കെ വന്നിട്ടുണ്ടല്ലോ മക്കളെ, ഈ പാലെടുത്ത് കുടിച്ചു. ഇതമ്മൂമ്മ കണ്ടു. അമ്മൂമ്മ ചാടിങ്ങ് വന്നിട്ട് അപ്പൂപ്പനോട് പറഞ്ഞു, നിങ്ങളെന്നെ പറ്റിക്കുമായിരുന്നു. അമ്മൂമ്മയ്ക്ക് ഭയങ്കര വിഷമായി മക്കളെ. കാരണം അമ്മൂമ്മേനെ അപ്പൂപ്പൻ പറ്റിച്ചത് കൊണ്ട്. കുട്ടികളെ, നമ്മൾ വേറെ ഒരാളെ പറ്റിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, അവർക്ക് വിഷമാകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് കേട്ടോ. മക്കള് ചെയ്യുവോ? ഇല്ല ഇല്ല ഇല്ല, മക്കള് ചെയ്യരുത് കേട്ടോ. മക്കളൊക്കെ അല്ല മിടുക്കന്മാരും മിടുക്കിയുള്ള, അങ്ങനെ ചെയ്യൂലെന്ന് കിഡ്സെങ്കിലും അറിയാം കേട്ടോ. മക്കള് ചെയ്യൂല കേട്ടോ. ഇനി കഥ പറയാം. എന്നിട്ട് അമ്മൂമ്മയുടെ സാധനമെല്ലാം പെറുക്കി അമ്മൂമ്മ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോകുവാന്ന്. ഒരു ചാക്കിനകത്ത് അമ്മൂമ്മയുടെ ഷർട്ട്, അമ്മൂമ്മയുടെ പല്ല് തേക്കുന്ന ബ്രഷ്, കറിക്കരിയുന്ന കത്തി, ചെരുപ്പ്, ചട്ടി, പിന്നെ അമ്മൂമ്മയുടെ ലിപ്സ്റ്റിക്ക്, അമ്മൂമ്മയുടെ വാച്ച്, അമ്മൂമ്മയുടെ പിന്നെ എല്ലാ സാധനവും എടുത്ത് ഒരു ചാക്കിനകത്ത് വെച്ചിട്ട് കെട്ടി. എന്നിട്ട് അമ്മൂമ്മ പോകുക മക്കളെ. അമ്മൂമ്മ ചാക്കെടുത്ത് തലയിൽ വെക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. കാരണം ഇതിന് ഭയങ്കര കനമാന്നേ. എങ്ങനെ എടുത്ത് വെക്കുന്നേ? അമ്മൂമ്മ അപ്പൂപ്പന്റെ ഒന്നും സഹായം ചോദിച്ചില്ല. അമ്മൂമ്മ തൊട്ടപ്പുറത്തെ വീട്ടിൽ ചെന്നിട്ട് ആ ചേട്ടനോട് പറഞ്ഞു, അപ്പൂപ്പൻ എന്നെ പറ്റിച്ചു, ഞാൻ അപ്പൂപ്പന്റെ അടുത്തുനിന്ന് പോകുക, എൻ്റെ സാധനമൊക്കെ ഒരു ചാക്കിനകത്ത് കെട്ടി വെച്ചിട്ടുണ്ട്, എൻ്റെ തലയിലൊന്ന് എടുത്ത് വെച്ച് തരാവോന്ന് ചോദിച്ചു.
ആ ചേട്ടൻ പറഞ്ഞു ഞാൻ തരാന്ന് പറഞ്ഞു. ഈ സമയത്തുണ്ടല്ലോ മക്കളെ, അപ്പൂപ്പൻ എന്നാ ചെയ്തെന്നറിയാവോ? ഈ ചാക്കിനകത്തുനിന്ന് അമ്മൂമ്മയുടെ ചട്ടി, അമ്മൂമ്മയുടെ കറിക്കത്തി, അമ്മൂമ്മയുടെ കോഴീനെയൊക്കെ എടുത്തു മാറ്റിയിട്ട് ഈ അപ്പൂപ്പൻ ചാക്കിനകത്ത് കയറിയിരുന്നു. എന്നിട്ട് കുറച്ചു കഴിഞ്ഞപ്പം നമ്മടെ അമ്മൂമ്മ ഈ ചേട്ടനെ വിളിച്ചോണ്ട് വന്നേക്കുവാ. ചേട്ടൻ ഈ ചാക്ക് കെട്ടെടുത്ത് ഭയങ്കര കനവാ. കാരണം അപ്പൂപ്പൻ ഇതിനകത്തല്ലേ ഇരിക്കുന്നേ. ഈ ചാക്കെടുത്തിട്ടുണ്ടല്ലോ അമ്മൂമ്മയുടെ തലയെ വെച്ചു. ഭയങ്കര കനം. അമ്മൂമ്മ ഇത് ചുമന്ന് പോയി. കുറേ അങ്ങ് ചെന്നപ്പോ ഒരു പാലത്തെ കയറി. ചെറിയൊരു പാലമാണ്. ഈ പാലത്തെ കയറിക്കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ ഈ അപ്പൂപ്പൻ ചാക്കിനകത്തിന്റെ ഓട്ടയില്ലേ, ചാക്കിനകത്ത് ചെറിയ ഓട്ട ഉണ്ടായിരുന്നേ. ഈ ഓട്ടയെ കൂടി നോക്കിയപ്പം ഒരു പാലം. പാലത്തിന്റെ രണ്ട് സൈഡിലും വെള്ളം. അപ്പൂപ്പന് പേടി വരാൻ തുടങ്ങി. അപ്പൂപ്പൻ അറിയാതെ ചാക്കിന്ന് പേടിച്ചങ്ങ് മുള്ളി. അപ്പൊ അമ്മൂമ്മ വിചാരിച്ചു ഇത് പന്നി മുള്ളിയതായിരിക്കും. അമ്മൂമ്മ പന്നീനെയൊക്കെ എടുത്ത് ചാക്കിനകത്തിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പൊ അമ്മൂമ്മ പന്നിയോട് പറഞ്ഞു, പന്നിക്കുട്ട പേടിക്കേണ്ട, അമ്മൂമ്മ ഇപ്പൊ താഴെ ഇറക്കാം. പാലത്തിന്റെ നടുക്കെത്തിയപ്പോ അപ്പൂപ്പൻ ഇങ്ങനെ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. അപ്പൂപ്പനുണ്ടല്ലോ മക്കളെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ചാക്കിനകത്ത്. പാലത്തേന്ന് താഴെ വീഴല്ലേ, പാലത്തേന്ന് താഴെ വീഴല്ലേ. അപ്പോൾ നമ്മുടെ അമ്മൂമ്മ ഈ പ്രാർത്ഥനയങ്ങ് കേട്ടു. അമ്മൂമ്മ നോക്കുമ്പോ ഇത് അപ്പൂപ്പന്റെ സ്വരം. അമ്മൂമ്മയ്ക്ക് മനസ്സിലായി അപ്പൂപ്പനാണ് ചാക്കിനകത്തിരിക്കുന്നേ. അമ്മൂമ്മ കരിശമ്മ. അമ്മൂമ്മ തലയിലിരുന്ന ചാക്കുണ്ടല്ലോ മക്കളെ എടുത്ത പുഴയിലോട്ടൊരൊറ്റയിടല്. ചാക്കിനകത്തുനിന്ന് അപ്പൂപ്പൻ വെള്ളം കുടിച്ചു വയറ് നിറഞ്ഞ് ചാക്ക് ഒഴുകിപ്പോയി. ആ ചാക്കങ്ങ് കടലിൽ ചെന്ന് ഒരു വലിയ തിമിംഗലം ഒന്ന് വിഴുങ്ങി. അപ്പൂപ്പൻ ചത്തുപോയി. കുട്ടികളെ, കിഡ്സെങ്കിൽ കുട്ടികളോട് പറയുവാണ്, നമ്മുടെ പപ്പേനെ, അമ്മേനെ, ഡാഡീനെ, ചേച്ചിമാരെ, ചേട്ടന്മാരെ ഒന്നും നമ്മൾ കള്ളത്തരം കാണിച്ച് പറ്റിക്കരുത്. അവർക്ക് വിഷമാകും, അവര് വേദനിക്കും. അതുകൊണ്ട് കിഡ്സാങ്കിളിന്റെ കുഞ്ഞുമക്കൾ കള്ളത്തരം കാണിക്കരുത് കേട്ടോ. അപ്പൊ ഇതാണ് അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ കഥ. എന്നിട്ട് ഈ അമ്മൂമ്മ തിരിച്ചു വീട്ടിൽ വന്നിട്ട് സുഖമായിട്ട് ജീവിച്ചു. എന്നും അമ്മൂമ്മ ഈ തത്തയ്ക്ക് പാലൊക്കെ കൊടുത്ത് തത്ത നല്ല സുന്ദരിയായി ചുമന്ന സുണ്ടും നല്ല പച്ച സിറവലും ഒക്കെ ആയിട്ട് അമ്മൂമ്മയുടെ വീട്ടിൽ കൂടി ഇങ്ങനെ പറന്നു നടന്നു. അങ്ങനെ അമ്മൂമ്മയും ആ തത്തയും നല്ല കൂട്ടുകാരായിട്ട് എമ്പടി നാള് ആ വീട്ടിൽ ജീവിച്ചു. ഇനി പുതിയൊരു കഥയുമായിട്ട് അങ്കിൾ നാളെ വരാം. മറക്കരുതേ.
അങ്കിളിന്റെ ചാനൽ കിഡ്സ് അങ്കിൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. ബൈ ബൈ.